കുറേ തവണ പ്ലാനാക്കി മുടങ്ങി, പിന്നെയും പ്ലാനാക്കി പിന്നെയും മുടങ്ങി, അങ്ങനെ നീണ്ട് പോയ ഒരു മണാലി ട്രിപ്പാണ് ഫൈനലി നടക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്. നമ്മൾ പഞ്ചാബ് ടു മണാലിയാണ് പോകുന്നത്, നാട്ടിൽ നിന്നല്ല. അപ്പം നമ്മൾ താമസിക്കുന്നിടത്തുനിന്ന് ഒരു 7-7.5 മണിക്കൂറത്തെ ഡ്രൈവാണ് ഉള്ളത്. നമ്മൾ റോഡ് ട്രിപ്പാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളൊരു 11-11:30 ആകുമ്പോഴാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റായി പോയി. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ പിന്നെ ഈ ഒരു ട്രിപ്പ് ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാനായിട്ട് ഞാൻ ശ്രമിക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ നല്ല നല്ല സ്ഥലത്തൂടെ ഇങ്ങനെ കുറേ ടണലിൽ കൂടെയൊക്കെയാണ് കയറിപ്പോയത്. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. ലഞ്ചിന് ഞാൻ ഈ ഒരു ഷെൽ പാസ്ത പാക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ വണ്ടിയിൽ നിന്ന് തന്നെ കഴിച്ചു. അങ്ങനെ കുറച്ച് ഒരു കുളുവൊക്കെ ആയപ്പോഴത്തേക്ക് ഈ ഒരു റിവറിൻ്റെ സൈഡിലെത്തി. ഈ ഒരു റിവറിൻ്റെ സൈഡിൽ കൂടെ തന്നെയാണ് കേട്ടോ നമ്മളിനി പോകാൻ പോകുന്നത്. അപ്പോൾ അവിടെ നിർത്തി കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് ഇത് കാണുമ്പോൾ ഇല്ലേ മറ്റേ കഴിഞ്ഞ കൊല്ലത്തെ ആ ഒരു ഡിസാസ്റ്റർ ഉണ്ടായില്ലേ, വെള്ളപ്പൊക്കമായിരുന്നു, ഉരുൾപൊട്ടലൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ബിൽഡിംഗ് ഒക്കെ ഈ റിവറിൻ്റെ താഴ്ന്ന് വീണ്, അതുപോലൊരു സംഭവം നമുക്കും ഉണ്ടായി. നമ്മളിങ്ങനെ പോകുമ്പോൾ റോഡിൽ നിന്ന് മുകളിൽ നിന്ന് ഇങ്ങനെ പാറതേ ആ നനഞ്ഞ സ്ഥലത്തുനിന്ന് ഒരു പാറ ഇങ്ങനെ നമ്മളെ മുമ്പിൽ വീണിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ സൈഡ് തിരിച്ചാണ് നമ്മൾ റിവറിൻ്റെ സൈഡിൽ കൂടെയാണ് കയറി വന്നിട്ടുണ്ടായിരുന്നത്. കുറച്ചൊന്ന് പേടിച്ചു. പിന്നെ റൂമിലെത്തി ഫ്രഷൊക്കെ ആയി നമ്മൾ പുറത്തിറങ്ങി മോൾ റോഡിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ മോൾ റോഡിൽ ചെന്നപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻറ്റഡ് ആയി. ഞാൻ ചെല്ലുമ്പോഴേക്കും മഴയായിരുന്നു. ഞാൻ വിചാരിച്ചു നമുക്ക് മാത്രം എന്താ നമ്മളിങ്ങനെ വന്നിട്ട് കറക്റ്റ് നമ്മൾ ഇറങ്ങുമ്പോഴേക്കും മഴ പെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഒന്ന് ഡിസപ്പോയിൻറ്റഡ് ആയി. അപ്പോൾ ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നു, അവർ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ കൂടെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. രാത്രി പോയി കിടന്നുറങ്ങി. ഇത് രാവിലെ ഏർലി മോർണിംഗ് ഒരു 6 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ എണീറ്റപ്പോൾ നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. ഒരു കുറച്ചൊരു സന്തോഷം തോന്നിയ സമയമാണ് സ്നോ ഒക്കെ കണ്ടപ്പോൾ. അങ്ങനെ നമ്മൾ നേരത്തെ റെഡി ആയിട്ടുണ്ടായിരുന്നു. കാരണം നേരത്തെ അപ്പോൾ ഇന്നലെ ചേട്ടൻ്റെ ഫ്രണ്ടിനെ കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ 8 മണിക്ക് മുമ്പെന്തോ അടൽ ടണലിലോട്ട് വണ്ടി വിട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവർ ലേറ്റ് ആയതുകൊണ്ട് അവരുടെ വണ്ടിയൊന്നും പോകാൻ പറ്റിയില്ല, അവർ സൊലാങ് വാലി വരെ പോയുള്ളൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു ജിപ്സി ഹയർ ചെയ്തു. ഒരു 7:30 ആയപ്പോഴത്തേക്ക് വണ്ടി വന്നു. കാരണം ജിപ്സി ഹയർ ചെയ്തതെന്ന് വെച്ചാൽ 4x4 വണ്ടിയെ ചില സമയത്ത് കയറ്റി വിടുകയുള്ളൂ. അങ്ങനെ നമ്മൾ ഹയർ ചെയ്തു. അങ്ങനെ നമ്മൾ പോകുമ്പോൾ ഞാൻ പോകുന്ന വഴിക്കെല്ലാം ഇങ്ങനെ സ്നോ ഒക്കെ, ഇത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു ഇതും മഴയിൽ പോകുമെന്ന്. ഞാൻ ഡ്രൈവറോട് ചോദിച്ചു സ്നോഫോൾ കിട്ടുമെന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു ചാൻസ് ഇല്ല പറഞ്ഞു. പക്ഷേ അടൽ ടണൽ അങ്ങോട്ട് ക്രോസ് ചെയ്തപ്പോൾ അവിടെ സ്നോഫോൾ നടക്കുന്ന അപ്പോഴത്തെ ഒരു ഇതുണ്ടല്ലോ, ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി, ഭയങ്കര സന്തോഷമായി. നമ്മൾ ആദ്യമായിട്ട് വരികയാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് സ്നോഫോളാണ് നടക്കുന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും. അപ്പോൾ ഞങ്ങൾ ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അങ്ങോട്ട് ഇറങ്ങി. അപ്പം നമ്മൾ ചെല്ലുന്ന സമയത്ത് തിരക്കില്ലായിരുന്നു കേട്ടോ. നമ്മൾ രാവിലെ ചെന്നതുകൊണ്ടുള്ളൊരു ഗുണമാണ്, ഫ്രഷ് സ്നോ ആണ്, ചവിട്ടി തേച്ച സ്നോ അല്ല. അതുപോലെ തിരക്കും ഉണ്ടായില്ല. പക്ഷെ നമ്മൾ തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക് നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നലെ വരെ പോയവർക്ക് അടൽ ടണലിലോട്ട് പോകാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പം ഇന്ന് നമ്മൾ ഭയങ്കര ലക്കിയാണെന്ന് എനിക്ക് തോന്നി. അടൽ ടണലിൽ പോകാനും പറ്റി, സ്നോഫോളും കിട്ടി. അങ്ങനെ അപ്പം നമ്മൾ കുറേ നേരം പിന്നെ അവിടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുതരാൻ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടായിരിക്കും. അങ്ങനെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു. പിന്നെ കുറച്ച് സ്നോ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് അവിടെ തന്നെ. ഇതൊക്കെ നോക്കുക എന്ത് രസമാണെന്നറിയാം. ഞങ്ങൾ ഗ്ലൗസ് ഇട്ടിട്ടുണ്ടായില്ല, മക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബൂട്ട്സ് ഇട്ടിട്ട് പോയാൽ ഇത് നല്ല സ്ലിപ്പറിയാണ്. ചേട്ടനെയും പിള്ളേരെയൊക്കെ ലെതറിൻ്റെ ബൂട്ട്സ് ആയതുകൊണ്ട് അവർക്ക് നനങ്ങില്ല. എൻ്റെ ലെതർ അല്ലായിരുന്നുകൊണ്ട് എൻ്റെ കാലിൽ വെള്ളം നനയുന്നുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ സ്നോ ആക്ടിവിറ്റിയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഈ പഫർ ജാക്കറ്റോ സ്നോ ബൂട്ടോ ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് പേടിക്കേണ്ട. ഈ അടൽ ടണലിൻ്റെ അവിടം വരെ ഉണ്ട് കേട്ടോ, ഇത് റെൻറ്റിന് കിട്ടും. അതായത് ഒരു ജംപ് സ്യൂട്ട് പോലത്തെ പഫർ ജാക്കറ്റ് പിന്നെ സ്നോ ബൂട്ടൊക്കെ നമുക്ക് റെൻറ്റിന് എടുക്കാം. 250 മറ്റോ ആണ്. നമ്മുടെ ഡ്രൈവർ ചോദിച്ചായിരുന്നു. അതാണ് കേട്ടോ താഴെ കാണുന്നത്. നമ്മൾ പിന്നെ എല്ലാ സെറ്റപ്പുമായിട്ട് പോയിട്ട് നമ്മൾ അതൊന്നും റെൻറ്റിന് എടുത്തില്ല. പിന്നെ ഒരു വൃത്തിക്കുറവും തോന്നിയിട്ടുണ്ടായിരുന്നു, ഒരാൾ ഇട്ടതായിരിക്കുമല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ അവിടെ ചായ കുടിച്ച് നിൽക്കുമ്പോഴാണ് കേട്ടോ ഈ ഒരു ഗ്ലേഷ്യർ ഭയങ്കര സൗണ്ടിൽ ഇങ്ങനെ വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അവിടുത്തെ ആൾക്കാർ പറയുന്നതൊക്കെ കേട്ടപ്പോൾ ഒരു ടെൻഷനായി. അപ്പോൾ എന്താ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞില്ല, നോർമലാണ്, കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. പിന്നെ ഇങ്ങനത്തെ കുറേ സ്നോ ആക്ടിവിറ്റിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ റെൻറ്റിനുള്ള ഡ്രസ്സ് നമുക്ക് താഴെ കുളു തൊട്ട് തന്നെ കിട്ടും കേട്ടോ. പിന്നെ കുളു ആണ് ആദ്യം, പിന്നെ മണാലി, പിന്നെ മുകളിലോട്ട് വരുമ്പോഴേ ഉള്ളൂ ഈ ഒരു സീസണിൽ സ്നോ. എൻ്റെ മക്കൾ സ്നോമാനൊക്കെ ഉണ്ടാക്കി. ധ്യാനോട് സ്നോമാനെ കാണാമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു സീസണിൽ, അതായത് ഞങ്ങൾ മാർച്ച് ലാസ്റ്റിലാണ് പോയത്. ഈ ഒരു സീസണിൽ മോൾ റോഡിലോ അല്ലെങ്കിൽ താഴെയൊന്നും മണാലിയിലൊന്നും സ്നോ ഇല്ല. സോലങ് വാലി അതുപോലെ മുകളിലോട്ട് വരുമ്പോഴേ ഉള്ളൂ കേട്ടോ സ്നോ. എന്നാലും നമുക്കത് നന്നായിട്ട്
എൻജോയ് ചെയ്യാൻ പറ്റി. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി നമ്മൾ താഴോട്ട് വരികയാണ്. നമ്മൾ സോലങ് വാലിയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നില്ല, അവിടെ ഭയങ്കര തിരക്കുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ. ഇതാണ് കേട്ടോ, ഇങ്ങനെയാണ് അവർ റോഡ് ക്ലീൻ ആക്കുന്നത്, സ്നോ ക്ലീൻ ആക്കി എടുക്കുന്ന സ്നോ കട്ടറാണത്. അങ്ങനെ ഇത് ഇപ്പോഴത്തേക്ക് ഹോളിയുടെ ഒക്കെ ദിവസം ആവുന്നതുകൊണ്ടാണ് അവർ പെട്ടെന്ന് ആക്കിയത്. പിന്നെ മണാലി ഫുൾ ഡേ ഇങ്ങനൊരു മരം പൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഡ്രൈവറോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇത് പ്ലമ്മിൻ്റെ മരമാണ്, ഇത് പിങ്ക് കളറായിരിക്കും, വിരിഞ്ഞ് കഴിയുമ്പോൾ അത് വൈറ്റ് ആവുന്നതാണ് എന്ന്. അതെനിക്കൊരു പുതിയ അറിവായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ റൂമിൽ പോയി ലഞ്ചെല്ലാം കഴിച്ച് ഫ്രഷ് ആയിട്ട് വൻ വിഹാർ എന്ന് പറഞ്ഞിട്ട്, ഇത് മോൾ റോഡിൽ തന്നെയാണ്, മോൾ റോഡിൻ്റെ അപ്പുറത്ത് തന്നെയാണ്, അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ ഒരു പൈൻ ഫോറസ്റ്റ് പോലെയാണ്. വിൻ്റർ ടൈമിൽ, അതായത് ഒരു ഡിസംബർ ജനുവരിയിൽ ഇവിടെയൊക്കെ സ്നോ ഉള്ളതാണ് കേട്ടോ. പിന്നെ ഈ ഒരു ലേക്കിൽ ബോട്ടിംഗ് ഉണ്ടായിരുന്നു, ചെയ്യാമെന്ന് വിചാരിച്ച് താഴെ ഇറങ്ങിപ്പോയി. പക്ഷേ വെള്ളം കണ്ടപ്പം അതിലെങ്ങാണം വീണാൽ പിന്നെ അവിടെ ഇട്ടിട്ട് പോകാനേ കൊള്ളുള്ളൂ. അതുകൊണ്ട് പിന്നെ നമ്മൾ അതിലൊന്നും കയറാൻ നിന്നില്ല. ഇവിടെയൊക്കെ വന്ന് കുറച്ച് നേരം ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത്, ഇവിടെ മറ്റേ ട്രഡീഷണൽ ഡ്രസ്സ് മുയലിനെ കൊണ്ടൊക്കെയുള്ള ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള ഇതുണ്ടായിരുന്നു. അങ്ങനെ അവിടെയും കുറച്ച് നേരം നമ്മൾ സ്പെൻഡ് ചെയ്തു. മോൾ റോഡിൽ പോയി ഷോപ്പും ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ രാത്രിയിൽ ഇത് അടുത്ത ദിവസമാണ് കേട്ടോ, അടുത്ത ദിവസം നമ്മൾ തിരിച്ച് ഇറങ്ങുകയാണ്. അപ്പോൾ ഈ റിവറിൻ്റെ അവിടെ ഈ ഒരു ബ്രിഡ്ജിലൊക്കെ കയറി നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ, ഭയങ്കര എൻജോയ് ചെയ്തൊരു ട്രിപ്പാണ്. കാരണം ഞാൻ സ്നോയിൽ ഞങ്ങൾ ഷിംലയിലൊക്കെ പോയപ്പോൾ സ്നോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സ്നോഫോളിലൊക്കെ കളിക്കാൻ പറ്റിയത് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. എൻ്റെ ധ്രുവിനാണെങ്കിൽ ഇപ്പോൾ കുറേ ആയിട്ട് അവൻ പറഞ്ഞായിരുന്നു സ്നോയിൽ കളിക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വന്നതാണ്, ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലൈമറ്റിൽ ഇവർക്ക് സ്വെറ്റ് ഷർട്ട് തന്നെ മതി കേട്ടോ. അവിടുത്തെ മറ്റേ നമ്മുടെ പഫർ ജാക്കറ്റ് ഒന്നും കാര്യമില്ല, കാരണം നല്ല അത്ര തണുപ്പൊന്നുമില്ല. പിന്നെ ഇങ്ങോട്ട് വരുന്നിടത്ത് ഇതുപോലെ അവരുടെ കുറച്ച് ഫ്രൂട്ട്സും അങ്ങനെ അവർ വൈന് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മാത്രം ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമ്മൾ വാങ്ങി, നല്ല ക്വാളിറ്റി ഉള്ളതാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടുന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു, കാവയാണ് കേട്ടോ. നമ്മുടെ കശ്മീരി കാവ. ഇത് ഞാൻ ശ്രീനഗർ പോയപ്പോൾ കുടിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. പിന്നെ നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഈ ഒരു 3-4 കിലോമീറ്റർ മാത്രം ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ റോഡും കൊക്കയൊക്കെ ആയിട്ട് ഇച്ചിരി ഒരു സ്കേറി ആയിട്ടുള്ള റോഡുണ്ട്. അവിടെയൊക്കെ ഭയങ്കര ബ്ലോക്കുമായിരുന്നു. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടമായി. ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.